പാർട്ടി എന്ന് വെച്ചാ വയറ് നിറച്ച ആഹാരം, കേക്ക്, പേസ്ട്രീസ്. എന്റെ അമ്മേ ഹാപ്പി ബർത്ത്ഡേ. നിർത്ത് മോട്ടോ, നിർത്ത്. ആരുടെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ. ആദ്യം നമുക്ക് ഈ ജോൺ അങ്കിൾ ആരാണെന്നുള്ള കാര്യം അന്വേഷിക്കാം. വരൂ, നമുക്ക് പോയി നോക്കാം. ഞാൻ നിനക്ക് 2 മാസത്തെ ട്രെയിനിങ് തന്നു കഴിഞ്ഞു. നീ എല്ലാം പഠിച്ചെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പഠിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. ഇനി പഠിപ്പിക്കാനുള്ളതാണ്. ആ മോട്ടും പത്തലുവിനെ ഇനി ഒരു പാഠം പഠിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരെ രണ്ടിനെ ഇവിടെ കുറച്ചു നേരം പിടിച്ചിരുത്തണം. അങ്ങനെ നമുക്ക് അവരെ നായ്ക്കളാക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അവരെ ഇവിടെ കെട്ടിയിടാം. ഒന്നാലോചിച്ച് നോക്ക്, ബോട്ടും പത്തലും ഡോഗുകളായി എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഡെയിലി പിന്നെ അവർക്ക് എല്ലാം തിന്നാ കൊടുക്കുന്നതും. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. വെൽക്കം. വന്നാലും മിസ്റ്റർ മോട്ടു പത്ലു, ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വിശിഷ്ടാതിഥികളാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് കേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അതിഥികളാണ്. ഇരിക്കെ, കസേരകൾ കുറെ നേരമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇത് ജോൺ ആണെന്നാ തോന്നുന്നേ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. വീട്ടിൽ പോവാം. ആദ്യം കേക്ക് കഴിച്ചിട്ട് പിന്നീട് ആലോചിക്കാം ഇവൻ ആരാന്ന്. പിടിച്ചിരിക്കുന്നു. പറ, എന്തിനാ നീ ഇങ്ങനെ വേഷം മാറിയത്? എന്തിനായിരുന്നു ഈ വേഷങ്ങളൊക്കെ? വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങളെ ഇടിച്ചിടിച്ച് പീസാക്കി പാർസൽ ചെയ്യും. ഞാനെല്ലാം പറയാം. ഇതൊക്കെ എന്താണെന്ന് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കില്ല. ആദ്യം നീ ഇരിക്കേ. വേണ്ട, ആദ്യം നിങ്ങൾ ഇരിക്കെ. നിങ്ങളല്ലേ അതിഥികള്. ആദ്യം നീയാണ്. ഓക്കെ, നമുക്ക് മ്യൂസിക്കൽ ചെയർ വെച്ച് തീരുമാനിക്കാം. ആദ്യം ആരിയിരിക്കുന്നു? നമ്പർ 1, നീ മ്യൂസിക് ഓൺ ചെയ്യൂ. ഓക്കെ ബോസ്. ഞങ്ങളുടെ ബോസ് ജയിച്ചു. ഞങ്ങളുടെ ബോസ് ഒരിക്കലും തോൽക്കുകയില്ല. തീർന്നിട്ടില്ല. പ്ലാൻ എ ഫെയിൽ ആയാലെന്താ, പ്ലാൻ ബി ഉണ്ടല്ലോ. പത്ലു, ജീവൻ വേണേൽ ഓടിക്കോ. ഞാൻ ഓടിക്കൊണ്ടിരിക്ക, നീയും വേഗം ഓടിക്കോ. നിങ്ങൾ എവിടെ പോയാലും ഈ ജോൺ പുറകെ തന്നെ ഉണ്ടാവും. ഇനിയും വെടിവെക്ക ഫ്രീസിംഗ് കണ്ണുണ്ട്. ഞാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ എന്ത് പ്രശ്നത്തെ നേരിടാൻ തയ്യാറാണ്. 1 മാസം ഞാൻ ട്രെയിനിങ്ങിന് പോയിരുന്നു. ഇപ്പൊ കണ്ടോ, ഈ ജോണിന്റെ കളി കണ്ടോ? ഐഡിയ, നിന്റെ ആ കൈ അങ്ങ് വെച്ചേക്ക് വേഗം. സോറി, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. നമ്പർ 2, പ്ലാൻ ബി. പെട്ടെന്ന് പ്ലാൻ ബി.
പത്തലു ഓടിക്കോ. ഇത് തീനേക്കാൾ ചൂടുള്ള വേറെന്തോ ആണെന്നാ തോന്നുന്നത്. ഐഡിയ. നോക്കൂ ബോസ്, അവര് എത്ര നല്ലവരാ. നമ്മുടെ ഡയറക്ഷനിലേക്ക് ഫാൻ തിരിച്ചു വെച്ചു. കാറ്റ് കൊണ്ടാട്ടെ ബോസ്, കാറ്റ് കൊണ്ടാട്ടെ. കാറ്റൊക്കെ പിന്നെ കൊള്ളാം. ആദ്യം നമുക്ക് അവന്മാരുടെ കാറ്റ് അയച്ചു വിടാം. ബോസ്, ഇതെന്താ ഇങ്ങോട്ട് തിരിച്ചു വരികയാണല്ലോ. നമുക്ക് ഓടി രക്ഷപ്പെടാം. മോട്ടു, വേഗം പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേ. നിനക്കെന്താ ഇത്ര ധൃതി? ആദ്യം കേക്ക് കഴിക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമുക്ക് പുറത്തു പോകാനുള്ള വഴി അന്വേഷിക്കാം. ഇവിടെ ജീവൻ വെച്ചുള്ള കളിയാ. അപ്പോഴും നിനക്ക് കേക്ക് തിന്നേണ്ട ചിന്തയാണോ? നിന്നെ പോലെ ആക്രാന്തം പിടിച്ച ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പെട്ടെന്ന് അന്വേഷിക്ക്. പെട്ടെന്ന് അവന്മാരെ പിടിച്ചോണ്ട് പോ. ആ കസേരയിൽ ഇരുത്തിയിട്ട് അവന്മാരെ എന്റെ ഡോഗിയാക്കാനുള്ളതാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ഇവിടെ കവിതയ്ക്കുണ്ടായവന് കവിതയുടെ കാര്യമൊക്കെ വിട്ട് ആ മോട്ടുവിനെയും പത്തലൂനെയും പിടിക്കാൻ നോക്ക്. എന്തൊക്കെയാ നീ ചെയ്യുന്നേ? പത്തലു, ഇത്രയും ദൂരം വന്നിട്ട് കേക്ക് കഴിക്കാതെ ഞാൻ എങ്ങോട്ടും വരാൻ പോകുന്നില്ല. അതേ ജോൺ ദ ഡോണ്, നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് വരെ ഒരു നേരം പോക്കിന് ഇവിടെ നിന്ന് ഈ കേക്ക് കഴിച്ചോട്ടെ. അതിനിപ്പോ എന്താ, ഇതാ എടുത്തോളൂ. ഇവനെ പിടിക്ക്. നമ്പർ 1, നമ്പർ 2, വേഗം വാ. ഒന്ന് വേഗം വാടേ. ഇവനെ പിടിക്ക്. വേഗം വേഗം. ബോസ്, മോട്ടും പത്തിലും എവിടെ പോയിരിക്കയാ? ഇവിടെ എവിടെയാ ഉണ്ട്? കറക്റ്റ് അറിയില്ല എവിടെയാണെന്ന്. അന്വേഷിക്ക്. യോ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ പത്തലു നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ബോസേ, നിങ്ങൾ ക്ഷീണിച്ചു എന്നാ തോന്നുന്നേ. നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞങ്ങള് പോയി മോട്ടു പത്ലുവിനെ അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യ്, പെട്ടെന്ന്. ഈ ഭീകരജീവി ഏതാണ്? ഈ സുന്ദരമായ മുഖം നിന്റെ തന്നെയാണ് ജോൺ. മറ്റുള്ളവർക്ക് വേണ്ടി കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ ജോണ്? നമ്പർ 1, നമ്പർ 2, ഇവരെ പിടിക്ക്. പ്ലാൻ ഡി, ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയൂ. അതൊന്ന് പോയി എടുക്ക്. കൊള്ളാം. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡാൻ. ആ കസേരയ്ക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് ഈ മിസൈല് ചെയ്തിരിക്കും. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പെറ്റ് ഡോഗായി മാറിയിരിക്കും. പത്തലു, ജോൺ എല്ലാത്തിനും തയ്യാറായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. ഓടിക്കോ മോട്ടു, ഓടിക്കോ. ഓട്ടത്തില് നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ചേട്ടാ, സ്കേറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? നിനക്കൊന്നും വിവരമില്ലേടേ. നീയൊക്കെ ആരോട് ചോദിച്ചിട്ടാ കൊടുത്തത്? മോട്ടു, വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ജംപ്. ഞാനാകെ ഇത്തിരിയേ ഉള്ളൂ, ഒരു കുഞ്ഞു കുട്ടിയാണ്. എനിക്ക് ഡോഗ് ആകാൻ ആഗ്രഹമില്ല.
ബൈ ബൈ ജോൺ. നിന്നെ നോക്കുന്ന ജോലി അവന്മാർ രണ്ടുപേരും നല്ല വൃത്തിക്ക് ചെയ്തോളുന്നേ. ബൈ ബൈ, ടേക്ക് കെയർ.